ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ഈസി ഡോണറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് വേണ്ടത് മൈദ, യോഗട്ട്, പിന്നെ ബേക്കിംഗ് സോഡയാണ്. അതിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഫ്ലവറും പിന്നെ ബേക്കിംഗ് സോഡയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് യോഗട്ടായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. അങ്ങനെ ഇത്തിരി ഒരു സ്റ്റിക്കി ആയിരിക്കും, പക്ഷെ പേടിക്കേണ്ട, ഇതിങ്ങനെ തന്നെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ആ ഡോനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുന്നത് റൗണ്ട് ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ടും അതിനെ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഫ്രൈ ചെയ്യാനുള്ള ഡോ റെഡിയായി. നമുക്കിനി ഫ്രൈങ് പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഈ പൈപ്പിംഗ് ബാഗിൽ നിന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്തത്. പക്ഷെ ചിലത് റൗണ്ട് ഷേപ്പിലൊന്നും വന്നിട്ടൊന്നുമില്ല, എല്ലാം വേറെ വേറെ ഷേപ്പിലായിരുന്നു. എന്നാലും അത് പ്രശ്നമുള്ളതല്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം എടുത്തിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ അത് എൻ്റെത് ആയി കളറാവണം. ഇനി നമുക്ക് ടോപ്പിങ്സ് ഉണ്ടാക്കാം. ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഷുഗർ വെച്ചിട്ടുള്ള ടോപ്പിങ്സ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് ഗ്രാൻഡേറ്റ് ഷുഗറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് അതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്ലേസ്ഡ് ഡോണറ്റാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കുറച്ച് മെൽറ്റഡ് ബട്ടർ എടുത്തു. പിന്നെ അതിലേക്ക് പൗഡേർഡ് ഷുഗർ ഇട്ടു. പൗഡേർഡ് ഷുഗർ ഇട്ടിട്ട് അതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തു. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഈ സെയിം ബാറ്റർ തന്നെയാണ് നെക്സ്റ്റ് 3 ടോപ്പിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ആവണം. ഇനി അതിൽ ഡോണറ്റ് എടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. ഇനി പിങ്ക് കളർ ഡോണറ്റ് കിട്ടാൻ വേണ്ടി സെയിം ബാറ്ററിൽ ഒരു കുറച്ച് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഇനി ഡോണറ്റ് അതിൽ ഇട്ടിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അടുത്ത ടോപ്പിംഗ് ഞാൻ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് ടോപ്പിംഗ് ആണ്. അതിലത്തെ സെയിം മിക്സിൽ തന്നെ കളറിന് പകരം നമ്മൾ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ട് സെയിം പ്രൊസീജിയർ തന്നെ ജസ്റ്റ് മിക്സ് ചെയ്യുക, പിന്നെ ഡോണറ്റ് മുക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഡോണറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ആകെ 3 ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. പിന്നെ സമയം മാത്രം എടുക്കില്ല, നമ്മൾ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട അധികം. പിന്നെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.